അമ്മ ഇൻ ഓൾ ടൈം. സ്കൂൾ തുറക്കല്ലേ, ബാഗും ബുക്കും ഒക്കെ വാങ്ങണ്ടേ. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതായിപ്പോയി. മോൾ എന്തായാലും 2ാം ക്ലാസ്സിലോട്ട് കയറല്ലേ, എന്തായാലും പുതിയ ബാഗൊക്കെ വാങ്ങിക്കാതെ എങ്ങനെയാ പോകുക? കുഞ്ഞല്ലേ മോൾക്ക് എന്തായാലും ഒരു പുതിയ ബാഗും ബുക്കും ഒക്കെ വേണ്ടേ. അമ്മ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് കാശ് ഒപ്പിച്ചിട്ട് മോൾക്ക് ബാഗ് വാങ്ങിച്ചു തരാട്ടോ. മോളെന്തായാലും വിഷമിക്കണ്ട, അമ്മ ബാഗ് വാങ്ങിച്ചു. ശരി അമ്മ. ഹോ, എൻ്റെ അമ്മ എന്ത് നല്ല അമ്മ, എനിക്ക് ബാഗും ബുക്കും ഒക്കെ വാങ്ങിച്ചു തരുന്നുണ്ടല്ലോ. എന്തായാലും വാങ്ങിച്ചു തരട്ടെ. ആരും വന്നു എന്ന് തോന്നുന്നല്ലോ മോള്. നിനക്ക് തോന്നിയില്ലേ? അമ്മ ചെന്ന് കഥ തുറന്ന് നോക്കട്ടെ കേട്ടോ. ആ, ഇതാരും ജീനയോ? ആ, കേറി വാ ജീനെ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? സുഖം തന്നെ. ആ, അല്ല മോളെ കുറേ നാളായാലും കണ്ടിട്ട്. ആ, മോക്ക് സ്കൂളൊക്കെ തുറക്കല്ലേ, ബാഗും ബുക്കൊക്കെ വാങ്ങിച്ചോ? എങ്കിൽ പിന്നെ ആൻറ്റി കുറച്ച് പൈസ തരാം കേട്ടോ. ഈ പൈസ കൊണ്ട് ബാഗോ ബുക്കോ പെൻസിലോ ബോക്സോ എന്തെങ്കിലും മോള് വാങ്ങിച്ചോ കേട്ടോ. ഇഷ്ടമുള്ളത് വാങ്ങിക്കണേ. എന്നിട്ട് ആൻറ്റി അടുത്ത് വിവരം പറയണം കേട്ടോ. സാരില്ല മോളെ, വെച്ചോ. എന്തിനാ ജിനി ഈ പൈസയൊക്കെ? ഞാൻ വാങ്ങിച്ചു കൊടുക്കൂലേ മോക്ക് ബാഗും ബുക്കും ഒക്കെ. നിന്റെ പൈസ ഒക്കെ അവിടെ ഇരിക്കട്ടെന്നേ. കഷ്ടം. മോളെ, ആൻറ്റി തന്നതല്ലേ, മോള് വാങ്ങിച്ചോട്ടോ. താങ്ക് യു ആൻറ്റി. ശരി എന്നാ ആൻറ്റി പോവാണോ? ടാറ്റാ, ബൈ ബൈ. അയ്യോ ജിനി, നിങ്ങൾ അറിഞ്ഞാണോ? അയ്യോ, ചായ കുടിച്ചിട്ട് പോവാന്നേ. എന്നാ ശരി മോളെ, ഈ പൈസ കൊണ്ട് അമ്മ മോക്ക് ബാഗും ബുക്കും ഒക്കെ വാങ്ങിച്ചു തന്നേക്കാട്ടോ. ഓ, സ്കൂളൊക്കെ തുറക്കാറായില്ലേ, ബാഗ് വാങ്ങിക്കണ്ടേ? അമ്മയോട് ചെന്ന് പറയാം. അമ്മേ, എനിക്ക് സ്കൂൾ തുറക്കുമ്പോൾ പുതിയ ബാഗ് വാങ്ങിച്ചു തരുമോ? എന്താടി ബാഗോ? പൊക്കോണം നീ. ഇപ്പം നീ പഠിക്കുന്ന 2ാം ക്ലാസ്സിലല്ലേ, 7ാം ക്ലാസ്സിലാണ്. പണ്ടെങ്ങനെയൊക്കെയൊക്കെയോ പൈസ കിട്ടുമ്പോൾ ഞാൻ വാങ്ങിച്ചു തരുമായിരുന്നു. ഇനി ബാഗൊന്നും വാങ്ങിക്കുന്ന പ്രശ്നമില്ലേ? പഴയ ബാഗ് കൊണ്ടങ്ങ് പോയാച്ചാൽ ഞാൻ 7ാം ക്ലാസ് വരെ ഒരു ബാഗ് കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴവിടെ ഒരു ബാഗ്. ഇതെന്തൊരു കഷ്ടമാമ. ഉഷേ എന്തിവിടെ ആരും ഇല്ലേ? ആ, ബിന്ദു, നീയോ? എത്ര നാളെ കണ്ടിട്ട്. അല്ല, ഇന്നെന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? അല്ല, സ്കൂളൊക്കെ തുറക്കില്ലേ, നിന്റെ മോൾക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു തന്നെ. ഇന്ന് നമ്മളെ പൈസ മോളെ ബാഗോ പെൻസിലോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാട്ടോ. ഹായ് പൈസ. താങ്ക് യു ആൻറ്റി. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എൻ്റെ ബിന്ദു. ആവശ്യമുണ്ട്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ടാറ്റാ. അയ്യോ, നീ പോവാണോ? ശരി, പിന്നൊടിക്ക് വന്നേ. അമ്മ, ഈ പൈസ കൊണ്ട് എനിക്ക് ബാഗ് വാങ്ങിച്ചു തന്നെ. ഡി മിണ്ടരുത് നീ. ആ ബാഗ് തന്നെ വെച്ച് പൊക്കോണം. ആര് പൈസ തന്നാലും കൈ നീട്ട് നീ അങ്ങ് വാങ്ങിച്ചോളൂ. ബാഗിൽ നിനക്ക് ഞാൻ കിണ്ടി വാങ്ങിച്ചു തരാടി. അമ്മേ,